നമസ്കാരം. പൊതുവേദി ആരംഭിക്കുന്നു. BMS ഇതര തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. KSRTC സർവീസ് നടത്തിയില്ല. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. പലയിടത്തും കടകൾ ബലമായി അടപ്പിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്ക് അനുകൂലികളും കച്ചവടക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. കട തുറക്കുന്നത് തൊഴിലാളി സംഘടനകൾ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പണിമുടക്ക് സംസ്ഥാനത്തെ IT മേഖലയെ ബാധിച്ചില്ലെങ്കിലും എറണാകുളത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ജോലിക്കെത്തിയവരെ സമരക്കാർ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പണിമുടക്ക് ഹർത്താലായോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 വാട്സ്ആപ്പ് വീഡിയോയായും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിൽ ആദ്യം നോബി എന്ന പ്രേക്ഷകനാണ് അഭിപ്രായം അറിയിക്കാൻ ടെലിഫോണിൽ ലഭിച്ചിട്ടുള്ളത്. നോബി, എങ്ങനെയാണ് ഈ പൊതുപണിമുടക്ക് ജനജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതൊരു ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചോ? അതെ, അത് തീർച്ചയായിട്ടും ഇത് അനാവശ്യമായ ഒരു പണിമുടക്കാണ്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയൂ. ഇത് നമ്മളിപ്പം ഇതിപ്പോ എത്ര ഹർത്താലായി. ഇപ്പം ജനങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുവാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ശരി. നെടുമുടിയിൽ നിന്ന് ടോമി എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു പണിമുടക്ക് എന്ന അഭിപ്രായം ടോമി പങ്കുവെക്കുന്നു. BMS ഇതര തൊഴിലാളി യൂണിയനുകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. 48 മണിക്കൂർ പണിമുടക്കിനാണ് തൊഴിലാളി സംഘടനകൾ, സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കൊണ്ടാണ് പണിമുടക്ക്. കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് പണിമുടക്ക് മാറിയിരിക്കുന്നു. KSRTC ഇന്ന് സർവീസ് നടത്തിയില്ല. നേരത്തെ ടോമിൻ തച്ചങ്കരി സർവീസ് നടത്തും എന്ന് അവകാശപ്പെട്ടിരുന്നു എങ്കിൽ പോലും തൊഴിലാളികൾ എത്താത്തതിനാൽ KSRTCക്ക് ഇന്ന് സർവീസ് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതം താറുമാറായി. ഇതുമൂലം ദീർഘദൂര യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടി. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകി ഓടുകയാണ്. ഏതാണ്ട് 10ഓളം ട്രെയിനുകൾ വൈകി ഓടുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. തിരുവനന്തപുരത്ത് നിന്ന് അശോക് കുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അശോക് കുമാർ, പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു. അതിലൊരു ഹർത്താലിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഈ ഹർത്താൽ വാസ്തവത്തില് ഈ നടക്കുന്ന സമരങ്ങളെന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ എവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അവകാശം നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി എന്നാണ് അവർ പറയുന്നത്, ഈ ഹർത്താലും പണിമുടക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ ജനത്തിനെ വീണ്ടും ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ജനത്തിനെ വീട്ടുതടങ്കലിലാക്കി ചെയ്യുന്നതാണ്. ഇതിന്റെയൊക്കെ രൂപങ്ങൾ മാറണ്ടേ? ആൾക്കാർക്ക് 2 ദിവസം പോകാതിരുന്നാൽ ഈ നേതാക്കന്മാർക്ക്, ഈ നീതി നിഷേധിക്കുന്ന നേതാക്കന്മാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്? ഇത് മാറണം. ഈ ഹർത്താൽ എന്നുള്ള ഈ കൺസെപ്റ്റ് തന്നെ മാറണം. ഈ നേതാക്കന്മാർ അല്ല, ഈ ജനപ്രതിനിധികളുടെ വീടുകളിലോട്ട് ജനപ്രതിനിധികൾ ഈ ഭരണ ആസ്ഥാനങ്ങളിൽ അവർ സത്യാഗ്രഹം നടത്തുകയോ നിരാഹാരങ്ങളൊക്കെ ചെയ്യുന്ന തരത്തിലോട്ട് മാറണം. ഇത് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ജനത്തിനെ വീണ്ടും ശിക്ഷയേറ്റുവായിക്കൊണ്ടിരിക്കുന്ന ജനം വീണ്ടും പീഡിതരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഞങ്ങൾ. ഇത് വളരെ അപരിഷ്കൃതമാണ്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ട, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകാൻ പറ്റൂല, ഒരു കല്യാണത്തിൽ പോകണമെങ്കിൽ പോകാൻ പറ്റൂല, ഒരു മരണത്തിൽ പോകാൻ പറ്റൂല. എന്ത് ദുഃഖങ്ങളാണ് ആളുകൾ സഹിക്കുന്നത്?
അപ്പൊ ഈ നേതാക്കന്മാരെല്ലാം അവര് എസിയില് സുഖശീതളമേല് അവര് സുഖമായിട്ട് കിടക്കുന്നു ഉറങ്ങുമ്പോൾ. ഇന്നലെ ഞാൻ രാത്രി 10 മണിക്ക് ഞാൻ തമ്പാനൂരുണ്ടായിരുന്നുണ്ട്. ഞാൻ ഇന്ന് ബാംഗ്ലൂരാണ്. ഈ ബാംഗ്ലൂര് വണ്ടികളെല്ലാം ഓടുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഈ കേരളത്തിൽ ഞാൻ രാത്രി 12 മണിക്ക് തമ്പാനൂർ ഇരിക്കുമ്പോഴത്തേക്കും നല്ല നേതാക്കന്മാർ, നല്ല കുട്ടപ്പന്മാരായിട്ട് വന്ന് അവര് ചാനലിന്റെ മുമ്പ് നിന്ന് ക്യാമറയുടെ മുമ്പ് നിന്ന് അവര് വിളിക്കുകയാണ്, സ്തംഭിപ്പിക്കും ഭാരതം ഞങ്ങൾ സ്തംഭിപ്പിക്കും. ഈ സ്തംഭനം കൊണ്ട് ആർക്കാണ് ദുഃഖം ഉണ്ടാകുന്നത്? ദുഃഖം ഉണ്ടാകുന്നത് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് തന്നെയാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്. എല്ലാ പ്രതിഷേധങ്ങളും സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അശോക് കുമാർ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. കേരളത്തിന് പുറത്ത് മറ്റുള്ളങ്ങളിൽ ഈ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഭാഗികമായിരുന്നു. മെട്രോ നഗരങ്ങളെ ഈ പണിമുടക്ക് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഗോപകുമാർ എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഗോപകുമാർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം മാഡം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിന്ന് മഞ്ചേരിയില് ഓൾറെഡി ഇന്ന് ഈ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. കാലത്ത് അവിടെ ഞാൻ പോകേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ബൈക്കിലാണ് പോയിരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടിരുന്നത് വളരെ മോശപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവിടെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ചുമട്ട് തൊഴിലാളികളും ഈ വ്യാപാരികളുടെ നേരെ നടത്തിയിരുന്നത്. വളരെ മോശപരമായിരുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞൊരു വർഷത്തില് 100 ദിവസത്തിന്റെ അടുത്ത് ഈ മുടക്ക് ഹർത്താലും കാര്യങ്ങളും വന്ന് അവരുടെ ജീവിതമാർഗം തന്നെ മുട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് വീണ്ടും ഹർത്താലും ദേശീയ പണിമുടക്കുകളായിട്ട് ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാംസ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ദുഃഖം ആര് കാണും? ഇത് ഇവരുടെ ദുഃഖം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ ജനങ്ങളെ ഇത്രയും ഒരു വീട്ടുതടങ്കലാക്കി ഈ ഒരുപാട് കാര്യങ്ങൾക്ക് മരണ വാർത്ത, ഹോസ്പിറ്റൽ വിഷയങ്ങള്, എന്തെല്ലാം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു ഇവരുടെ ഈ തോന്നിവാസങ്ങൾ തന്നെ. ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരല്ല. പക്ഷേ ഗോപകുമാർ, ഈ പണിമുടക്കിന് പിന്നിലുള്ള കാര്യങ്ങൾ അത് സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന, സാധാരണക്കാരായ തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അവരുടെ അവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ പണിമുടക്ക്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്ത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ? ആർക്ക് വേണ്ടിയാണ് പണിമുടക്ക് എന്നത് കൂടി? ഇതിനെല്ലാം പരിഹാരം ഇതുള്ളൂ. അവിടെയാണ് ചിന്ത. ഇതിനെല്ലാം പരിഹാരം ഇതുള്ളൂ. ഈ ഹർത്താൽ എന്നുള്ള ഈ തോന്നിവാസം മാത്രമുള്ളൂ, ഈ ബന്ധു എന്നുള്ള തോന്നിവാസം മാത്രമേ ഉള്ളൂ. ശരി, കാലം മാറി ചിന്തിക്കണം. നേതൃത്വത്തിൽ കുറച്ചുനേരം പിടിച്ചകത്ത് വിടണം. അതിന് തയ്യാറുണ്ടെന്ന് ചോദിക്കും. ശരി, ഗോപകുമാർ എന്ന പ്രേക്ഷകനാണ് തൃശ്ശൂരിൽ നിന്നും അഭിപ്രായം പറഞ്ഞത്. പ്രതിഷേധിക്കാൻ മറ്റു മാർഗങ്ങൾ, സാധാരണക്കാരെ ആയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത മറ്റു മാർഗങ്ങൾ തേടണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കരുണാകരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കരുണാകരൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ അഭിപ്രായം? പറയട്ടെ, പറഞ്ഞോളൂ. അതായത് ഈ പൊതുപണിമുടക്ക് കൊണ്ട് കേരളത്തിലെ ജനങ്ങള് ഇന്നും ഇന്നലെയൊന്നും നല്ല ബുദ്ധിമുട്ടുന്നത്. എത്രയോ സമയം കേരളത്തിൽ ബന്ധു ഹർത്താൽ നടത്തുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർക്ക് ഏത് സമയത്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വഴി തടയുക, അവരെ ആക്രമിക്കുക, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പിന്നെ ഇന്നത്തെ ഹർത്താലും പണിമുടക്കും എന്ന് പറഞ്ഞാല് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അത് എന്തിനാണെന്നുള്ള ഒരു പ്രസക്തിയോടെ ഉണ്ടല്ലോ അതില്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. ഹർത്താൽ എന്തുകൊണ്ടും ഒരു തരത്തിലും നമുക്ക് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഹർത്താൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പണിമുടക്ക ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതിൽ നിർബന്ധിച്ച് കടയടയ്ക്കുകയോ വാഹനങ്ങൾ നിർബന്ധപൂർവ്വം തടയുകയോ ഒന്നും ചെയ്യില്ല എന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ആ ഉറപ്പ് ഇപ്പൊ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ കൂടെ കാണുന്ന കാര്യങ്ങൾ കാണുമ്പോ അത് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടുവോ എന്ന് തോന്നുകയാണ്. കാരണം അതാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി കരുണാകരൻ വയനാട്ടിൽ നിന്ന് വിളിച്ചതിന്. സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ മലപ്പുറത്തും മറ്റും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ സാഹചര്യത്തിൽ അവർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വയനാട്ടിൽ ദേശീയപാതയിലും മറ്റും ഒക്കെ ചരക്ക് ലോറികൾ തടഞ്ഞിട്ട് നിരയായി കിടക്കുന്ന കാഴ്ചകൾ കൂടി കാണാം. അദ്ദേഹം വയനാട്ടിൽ നിന്ന് കൂടിയാണ് വിളിച്ചത്. എറണാകുളത്ത് നിന്ന് പ്രജിത്ത് ആണ് ഇനി ചേരുന്നത്. പ്രജിത്ത്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ പണിമുടക്ക്, അതിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ നൽകിയ ഉറപ്പുകൾ പോലും പാലിക്കാത്ത തരത്തിൽ ഹർത്താലായി അത് മാറിയോ?
ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹർത്താൽ തന്നെയാണ്. നമുക്ക് ഇപ്പൊ ഈ പണിമുടക്കിന്റെ യാതൊരു ആവശ്യങ്ങളും ഇല്ല. ഹർത്താൽ വെച്ചാലും പണിമുടക്ക് വെച്ച് കഴിഞ്ഞാലും നഷ്ടമെല്ലാം താഴെക്കിടയിലുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ്. ശരി, വളരെ നന്ദി പ്രജിത്ത് വിളിച്ചതിന്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജേക്കബ് കൂടി ചേരുന്നു. ജേക്കബ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ജേക്കബ് കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് ഈ പൊതുപണിമുടക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന പാതയെ അടച്ചുകൊണ്ടാണ് ഇന്ന് സംയുക്ത സമരസമിതി പന്തലിട്ടത്. അവിടെ അവരുടെ പ്രതിഷേധ പരിപാടികൾ നടന്നത്. സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് വരുന്ന വഴി ഉൾപ്പെടെ സമരക്കാർ അടച്ചിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിൽ പോലും എത്താതെ പണിമുടക്കിനോട് സഹകരിച്ചു. KSRTC സർവീസ് പൂർണ്ണമായും നിലയ്ക്കുന്ന തരത്തിൽ അവിടെ തൊഴിലാളികൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിന്നു. സുഭാഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുഭാഷ്, ഒരു ഹർത്താൽ പോലെ തന്നെ ആണോ കേരളത്തിൽ പൊതുപണിമുടക്ക് അനുഭവപ്പെടുന്നത്? സുഭാഷ് കേൾക്കാമോ? സുഭാഷ് കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. മറ്റു പ്രേക്ഷകരിലേക്ക് വരാം. സാധാരണക്കാരായ യാത്രക്കാരും മറ്റുമാണ് ഇന്ന് പൊതുപണിമുടക്കിൽ ഏറെ അധികം വലഞ്ഞിരിക്കുന്നത്. KSRTC പൂർണ്ണമായും സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യം. ദീർഘദൂര ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകി ഓടുന്നു. പലയിടത്തും ട്രെയിനുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായി. ദീർഘദൂര യാത്രക്കാരെ ഇത് വളരെയധികം ബുദ്ധിമുട്ടിച്ചു. പലയിടങ്ങളിലും കടകൾ നിർബന്ധിച്ചടപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. കായംകുളത്ത് കട തുറക്കാനെത്തിയ വ്യാപാരികളെ സമരാനുകൂലികൾ മർദ്ദിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്ക് അനുകൂലികളും കച്ചവടക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. കട തുറക്കുന്നത് തൊഴിലാളി സംഘടനകൾ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ വഴിവെച്ചത്. എന്നാൽ മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസം ഹർത്താൽ ദിവസം വലിയ പ്രശ്നങ്ങളുണ്ടായ മിഠായി തെരുവിൽ സമരാനുകൂലികൾ കടകൾ അടപ്പിക്കാൻ എത്തിയില്ല എന്നത് അനുകൂല ഘടകമായി. അവിടെ വളരെയധികം കടകൾ തുറന്നു പ്രവർത്തിച്ചു. അതേപോലെ തന്നെ എറണാകുളത്തും പലയിടത്തും കടകൾ തുറന്നു. ബ്രോഡ്വേയിൽ ഉൾപ്പെടെ കടകൾ തുറന്നു പ്രവർത്തിച്ചു. കളക്ടർ ഉൾപ്പെടെ നേരിട്ട് എത്തി വ്യാപാരികൾക്ക് വേണ്ടുന്ന സഹായം നൽകുകയും ചെയ്തു. പൊതുവേദിയിൽ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർക്ക് വിളിക്കാം, അഭിപ്രായങ്ങൾ പറയാം. BMS ഇതര തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. KSRTC സർവീസ് നടത്തിയില്ല. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. പലയിടത്തും കടകൾ ബലമായി അടപ്പിച്ചു. ഈ വിഷയത്തിലാണ് ഇന്ന് പൊതുവേദി. ഇപ്പോൾ നൌഷാദ് എന്ന പ്രേക്ഷകൻ ശൂരനാട് നിന്നും ചേരുന്നു. നൌഷാദ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇന്നത്തെ പൊതുപണിമുടക്ക് ജനങ്ങളെ ആകെ വലച്ചു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ജനങ്ങളാകെ വലഞ്ഞിരിക്കുകയാണ്. കാരണം പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വളരെ ഇപ്പൊ ഹർത്താല് പോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പം ലോകം മൊത്തം. ഇത് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ആലപ്പുഴയിൽ നിന്ന് SK നായർ ചേരുന്നു. SK നായർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? തോന്നിയാസമാണ്. കാരണം ഈ റേഡിയോ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതായിട്ടില്ല. ആൾക്കാരാകെ വലഞ്ഞിരിക്കുകയാണ്. 100 വർഷത്തില് 100 പണിമുടക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മിനിമം 5000 കോടി രൂപ വെച്ച് ഒരു ദിവസം നഷ്ടമാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പം 5 ലക്ഷം കോടി രൂപയാണ് രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്. നമ്മുടെ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നത്. ഇതിന് വേറെ മാർഗങ്ങൾ നോക്കണം. അല്ല ഇത്തരം സമരമുഖങ്ങളില്ല ആവിഷ്കരിക്കേണ്ടതെന്നാണ് എന്റെ വ്യക്തമായ കാരണവശാലും പണിമുടക്കും ഹർത്താലും അനുവദിക്കാൻ പാടില്ല. അതാണ് സത്യം. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്ക് ഭാഗികമാണ്. കേരളത്തിലാണ് അതൊരു ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ജനങ്ങളുടെ ഒരു സമീപനത്തിന്റെ കൂടി ഭാഗമായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ജനങ്ങളുടെ സമീപനം വളരെ ഇതാണ്. നമ്മളിതിന് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. വളരെ കാര്യമായിട്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ? 2 ദിവസം ഈ 48 മണിക്കൂർ പണിമുടക്കുക എന്ന് പറഞ്ഞാൽ എന്നതായത് ജനജീവിതം പാടെ സ്തംഭിക്കുകയല്ലേ. അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പ്രസവവേദന അത് കുഞ്ഞിനെ കാണാൻ താല്പര്യം കൊണ്ടല്ലേ, അത് പ്രസവവേദന കൊണ്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ ചോദിക്കുന്നത് മര്യാദകളായിട്ട്. ശരി, വളരെ നന്ദി ശ്രീ SK നായർ ഞങ്ങളെ വിളിച്ചതിനും സംസാരിച്ചതിനും. കോഴിക്കോട് നിന്ന് രാജൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. രാജൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് ശരിക്കും ഇത് തെറ്റല്ല സാറേ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സത്യത്തിൽ ഇന്ന് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് തിരുവല്ല ഹോസ്പിറ്റലാണ്. ഞാൻ കോഴിക്കോടാണ്. എന്റെ അമ്മയൊന്ന് കാണാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് ട്രെയിൻ ഇല്ല, KSRTC ബസ്സില്ല.
ഇത് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ ഈ ഹർത്താലിന് അവര് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ശരിക്കും പറഞ്ഞാൽ നാഥനില്ലാത്തൊരു കളരി പോലാണ് സാറേ. ഈ മുഖ്യമന്ത്രി തന്നെ ഇതിന് തന്നെ പുള്ളി തന്നെ ഇന്ന് വന്നിട്ടില്ല ഓഫീസില്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഹർത്താൽ തന്നെയാണ്. ഇത് പണിമുടക്കിന്റെ പേരിൽ കാണിക്കുന്ന തോന്നിവാസമാണ് സാറേ. ആ ട്രെയിനിന്റെ മുമ്പിലൊക്കെ കൊടിയായിട്ട് പിടിച്ച് അവരെയൊക്കെ പിടിച്ച് അകത്താക്കണം. അതാണ് ചെയ്യേണ്ടത്. സാധാരണപ്പെട്ട ഞങ്ങളെ പോലുള്ള ഒരു ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ ഹോസ്പിറ്റലായിട്ട് എനിക്കിന്ന് പോകാൻ കഴിയുന്നില്ല. ശരി, പണിമുടക്കിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ കൂടിയാണ് രാജൻ. കോഴിക്കോട് നിന്നാണ് അദ്ദേഹം വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. രവിശങ്കർ എന്ന പ്രേക്ഷകൻ കൊച്ചിയിൽ നിന്നും. പറയൂ. ഹലോ മാഡം. പറയൂ. ഇത് ശരിക്കും 2 ദിവസം മുമ്പ് ഈ BJP നടത്തിയ ഹർത്താലിനൊക്കെ എന്താ ഇവര് പറഞ്ഞ്, എന്താ പ്രതികരണം ഉണ്ടായ ഇവരുടെ ഭാഗത്തുനിന്ന്? ഇപ്പൊ എന്താ ഇവര് കാണിക്കുന്നത്? ഇത് ഹർത്താലാണെന്ന് പറഞ്ഞപ്പോ എന്തിന് ദേശീയ പണിമുടക്ക്? ഹർത്താലാണെങ്കിൽ 1 ദിവസം നടത്താൻ പറ്റുള്ളൂ. ദേശീയ പണിമുടക്ക എന്ന് പറഞ്ഞാൽ 2 ദിവസം നടത്താം. ഇത് ഹർത്താലാണ് ഇവർ നടത്തണേന്ന് പറഞ്ഞപ്പോ കളവല്ല മോഷണമാണെന്ന് പറഞ്ഞ മാതിരിയായി ഈ പ്രശ്നം. ഇത് മഹാ തെറ്റല്ലേ കാണിക്കുന്നത്? ശരി ശരി, വളരെ നന്ദി രവിശങ്കർ വിളിച്ചതിന്. ആലപ്പുഴയിൽ നിന്ന് ഷൈജു എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷൈജു പറയൂ. ഹലോ, നമസ്കാരം മാഡം. ഇന്നത്തെ ഈ പണിമുടക്കം എന്ന് പറയുന്നത് അതൊരു തീർച്ചയായിട്ടും ഒരു ഹർത്താലായി തന്നെ മാറിയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി ഒരു പമ്പ് സെറ്റിന് വേണ്ടി, കാരണം പെട്രോൾ മേടിക്കാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ പെട്രോൾ പമ്പിലും കയറി ഇറങ്ങി നടക്കണം. അവരെല്ലാം പറഞ്ഞത് രാവിലെ 10 മണിയായപ്പോൾ ഹർത്താൽ പണിമുടക്ക് അനുകൂലികൾ വന്നിട്ട് പെട്രോൾ പമ്പ് മുഴുവൻ അടച്ചേക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിതമായി പറഞ്ഞിട്ട് പോയി കഴിയും. കഴിഞ്ഞ ദിവസം ചാനലുകളിൽ PV രാജേഷ് ഉൾപ്പെടെയുള്ള CPM-ന്റെ അല്ലെങ്കിൽ LDF നേതാക്കന്മാർ വന്നിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നിർബന്ധിതപൂർവ്വം ആരെയും ഈ കടയടപ്പിക്കുവാനോ ഒരു സ്ഥാപനങ്ങൾ അടപ്പിക്കുവാനോ മുന്നോട്ട് വരില്ല എന്നാണ് പറഞ്ഞത്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞാണ്. അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശരി, നിർബന്ധിതമായി കടകൾ അടപ്പിച്ചു, പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെ അടപ്പിച്ചു എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി അവർ ചൂണ്ടിക്കാട്ടുന്നു. മാവേലിക്കരയിൽ നിന്ന് ശിവജി ചേരുന്നു. പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ അടിക്കടെ വന്നുകൊണ്ടിരിക്കുന്ന ഹർത്താലുകള് ജനജീവിതം വളരെയധികം ദുഷ്കരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പണിമുടക്ക് എന്ന് പറഞ്ഞ ഹർത്താലിന് തുല്യമായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് രാഷ്ട്രീയക്കാര്. ശരി ശിവജീവ്, വളരെ നന്ദി വിളിച്ചതിന്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നാസർ കൂടി ചേരുന്നു. നാസർ, കേരളത്തിൽ ഏറ്റവും പണിമുടക്ക് ശക്തം കണ്ണൂരിലാണ്. പാടെ ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് കണ്ണൂരിൽ. എങ്ങും ഒരു കടകൾ പോലും തുറന്നിട്ടില്ലാത്ത ഒരു സാഹചര്യം. എന്താണ് താങ്കൾക്ക് അവിടെ നിന്നും പറയാനുള്ളത്? ദാസൻ എന്ന പ്രേക്ഷകൻ, പറയൂ. ഹലോ, പറയൂ. ഇതെല്ലോ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറെ രക്ത അട്ടകളുണ്ട്. ഈ രക്ത അട്ടകൾ ചെയ്യുന്ന പണിയായത് ഈ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞാൽ ഇത് ശരിക്കും വന്നിട്ട് സുപ്രീം കോടതി ഇടപെട്ടാശം നിരോധിക്കണം ഈ ഹർത്താൽ. ഇതൊരു ഭയങ്കര മാരണമാണ്. ജനങ്ങളെ ശരിക്കും പറയാൻ ഇതെന്ത് എല്ലാം കണക്കാം. BJP-നെ കണക്കാ, ഇവരും കണക്കാ, എല്ലാം കണക്കാ. ഈ നാട്ടിലെ ജനങ്ങൾ ശരിക്കും വെല്ലുവിളിക്കും ഇവന്മാര്. ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പഠിക്കാൻ പോയിട്ട് ഇവര് ഉപവാസം കിടക്കട്ടെ. ഈ നേതാക്കന്മാരെല്ലാം പോയിട്ട് എല്ലാ ആൾക്കാർ സിതാറ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും പോട്ടെ. ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടിക്കണോ? ശരി, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ ആവിഷ്കരിക്കണമെന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി വിളിച്ചതിന് ദാസൻ. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ലിജോ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ ലിജോ. മാഡം കേൾക്കാമോ? കേൾക്കാം, പറയൂ. മാഡം, ശരിക്കും ഞാനിപ്പോ ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇതില് ആരെങ്കിലും ഈ ഒരു പണിമുടക്കിനെ അനുകൂലിച്ച് സംസാരിച്ചോ? ഒരാളെങ്കിലും? എല്ലാവരും നെഗറ്റീവായിട്ടല്ലേ പറഞ്ഞത്? തെറ്റാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ശരിക്കും നമ്മളതിന്റെ ബാക്കിൽ ചിന്തിക്കുമ്പം ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ പോലും, അതെല്ലാവർക്കും അറിയാം ഈ ഹർത്താൽ നടത്തിയത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പോലും ഈ വിളിച്ചവരാരും തന്നെ അതിനെ അനുകൂലിച്ച് സംസാരിച്ചില്ല. എന്തുകൊണ്ടാണ് കാരണം? ഹർത്താല് നമുക്ക് ശരിക്കും ഒരു പതിവ് കാഴ്ചയായി മാറി നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ പണിമുടക്ക് പേര് മാറുന്നു, സത്യത്തിൽ അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് സെയിമാണ്.
അല്ലെ? ഇപ്പൊ മാസശമ്പളം ഇന്നിപ്പം പണിമുടക്കിൽ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ അതിലേക്ക് വന്നതും മാസശമ്പളം മേടിക്കുന്നവരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മേഖലകളാണ്. അവർക്കത് വലിയ ബുദ്ധിമുട്ടില്ല. മാത്രം അന്നന്ന് പോയി അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അരി മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേണം. അവരെ നമ്മൾ കാണണം. ശരിക്ക് ഓരോ ഗവൺമെന്റും, ഞാൻ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയല്ല, ഓരോ ഗവൺമെന്റും കാണും. ഞാൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് പല കാര്യങ്ങളും നല്ലത് തന്നെ അവർ ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ ഞാൻ. എങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾക്ക് ഓരോ ദിവസം പോയി ഓരോ ദിവസം കിട്ടുന്ന പൈസ കൊണ്ട് 1 കിലോ അരി മേടിക്കുകയും 1/2 കിലോ പഞ്ചസാര മേടിച്ച് അങ്ങനെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മാഡം. അതാണ് മെജോറിറ്റി നമ്മുടെ നാട്ടില്. നമ്മൾ ശരിക്കും ഒരു മധ്യനിരയിൽ ജീവിക്കുന്നവരും അതിന് ഹൈ ക്ലാസ് ലെവലിൽ ജീവിക്കുന്നവരെക്കാളും താഴേക്ക് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒരു ദിവസത്തെ ജോലി മുടങ്ങിയാൽ അവരുടെ ഭക്ഷണമാണ് മുടങ്ങുന്നത്. നമ്മൾ അത് കാണുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് എനിക്കറിയാവുന്നവരുണ്ട്, എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ശരിക്കും അവർക്ക് ഇന്നലെ വിളിക്കുമ്പോൾ പറയുന്നത് അടുത്ത 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മേടിച്ചു വെക്കണം, ഞാനത് പോയി മേടിക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ മാഡം ആലോചിച്ചോക്കെ എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത്. തീർച്ചയായും. അപ്പൊ അവർക്ക് ഈ കടകൾ അടയ്ക്കുകയും ഈ പണിമുടക്ക് വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ പെട്ടുപോവാണ്. അവർക്ക് പോയൊരു ഭക്ഷണം മേടിക്കണം, കടകളൊന്നുമില്ല, അവരെന്ത് ചെയ്യും? അപ്പൊ നമ്മളിത് കാണണ്ടേ? അപ്പൊ നമ്മുടെ സമര രീതികൾ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇത്രയും ദിവസങ്ങൾ നമുക്ക് ഇത്രയും ഹർത്താലുകളായിരുന്നു, ഇതിപ്പോ 2 ദിവസം പണിമുടക്ക്. അപ്പൊ ഇത്രയും ഹർത്താൽ കൊണ്ട് ദുരിതം അനുഭവിച്ചിട്ടാണ് ഈ പണിമുടക്കിലേക്ക് വരുന്നത്. ഗവൺമെന്റ് നോക്കി കാണുമല്ലോ. അപ്പൊ എന്തെങ്കിലും അവർ ചെയ്യണമായിരുന്നു. ദെൻ കുട്ടികളുടെ ഒരു പഠിത്തത്തെ ആലോചിച്ച് എത്ര ദിവസം പ്രളയം വന്ന് ക്ലാസ് മുടങ്ങി, ഈ ഹർത്താൽ ഇത്രയും വന്ന് ക്ലാസ് മുടങ്ങി, പണിമുടക്ക് വന്ന് ക്ലാസ് മുടങ്ങി, അവർക്ക് എങ്ങനെ പോഷൻ തീർന്നു? ആ കുട്ടികൾ എങ്ങനെ, ഈ മാതാപിതാക്കൾ ഇത് കാണുന്നില്ലേ? അവർക്ക് പരാതികളില്ല. ഈ പരാതികൾ നമ്മൾ കാണണ്ടേ? നമ്മൾ എഡ്യൂക്കേഷനിലും ആരോഗ്യ രംഗത്തൊക്കെ ഭയങ്കര മേളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ അവസ്ഥയും കൂടെ നമ്മൾ കാണണം മാഡം. തീർച്ചയായും. വളരെ നന്ദി. നടപടി തെറ്റാണ്, അതിനെതിരെ ഇത് ചെയ്യുന്നതും വലിയ നല്ല കാര്യം തന്നെ. പക്ഷെ അത് എങ്ങനെ ചെയ്യണം? ഏത് സമരമുറ? നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇതുകൂടെ താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് ന്യായം. വളരെ നന്ദി. തീർച്ചയായും വളരെ നന്ദി ലിജോ, കൊല്ലത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. ഹർത്താലും പണിമുടക്കുകളും ജനജീവിതത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു അദ്ദേഹം. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിച്ച ആരും ഒരു നല്ല അഭിപ്രായം പറയുന്നില്ല ഹർത്താലിനെ പറ്റി. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടി, ഒരു പ്രതിബദ്ധതയില്ല. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പോ BJP ഹർത്താൽ നടത്തുകയാണ്, കമ്മ്യൂണിസ്റ്റ് ഹർത്താൽ നടത്തുകയാണ്, കോൺഗ്രസ് ഹർത്താൽ നടത്തുകയാണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഹർത്താൽ നടത്തുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു സമര രീതി എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റി ആരും ഇന്നേവരെ ചിന്തിച്ചിട്ടില്ല. എല്ലാവരും ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം. ട്രെയിൻ തടയുന്നു, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു? ഗവൺമെന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ട്രെയിനിലിരിക്കുന്ന ആൾക്കാർക്ക്. ബസ് തടയുന്നു, ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു? ആ ബസ്സിലിരിക്കുന്ന എന്തെങ്കിലും എമർജൻസിക്ക് പോകുന്ന ആൾക്കാർക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ചിന്തിക്കുന്ന ജനങ്ങള് ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത ജനങ്ങളുടെ ഒരു ഇതും കൂടെയാണ് വരുന്നത്. നാളെ നമ്മൾ തന്നെ ഇവരുടെ പുറകെ പോയിട്ട് നമ്മൾ തന്നെ ഇവരുടെ അടുത്ത് പറയും, ഇങ്ങനെ ഓരോ ഹർത്താൽ നടത്തുമ്പോഴും ഓരോ കാര്യങ്ങൾ നടത്തുമ്പോഴും ഇവർ പറയുന്നത് കേട്ടിട്ട് ഇവരുടെ പുറകെ നമ്മൾ തന്നെ പോയി ഇതിനെ കൊടി പിടിക്കും. ശരി, വളരെ നന്ദി അഭിലാഷ്, ദുബായിൽ നിന്ന് വിളിച്ചതിന്. സൈനുദ്ദീൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. സൈനുദ്ദീൻ, പറയൂ. കേൾക്കാമോ താങ്കൾക്ക്? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ഇടുക്കിയിൽ നിന്ന് ജോയി എന്ന പ്രേക്ഷകൻ. പറയൂ ജോയി, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പൊ ഹർത്താലാണോ ഇത് പണിമുടക്കാണോ എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്താവോ? കാരണം എന്താന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ആൾക്കാരുടെ ഒരു സൗകര്യ ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പം കളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ ഒരു മേഖല കണ്ടോണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പം പണിയെടുക്കുന്നത്. ഇപ്പൊ അത് നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് രാവിലെ എത്തി കഴിഞ്ഞാൽ ഒരു ആശുപത്രി പോകാൻ ഒരു വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ലാത്തൊരു മേഖലയിൽ നമ്മൾ ഇടുക്കി എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്ക ഒരു ജില്ലയായത്. ഈ മേഖലയിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ നേതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിക്കണം. ശരി, വളരെ നന്ദി ജോയ്, ഇടുക്കിയിൽ നിന്ന് വിളിച്ചതിന്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും പൊതുവേദിയിൽ വിളിച്ച ഒരു ആൾ പോലും ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചില്ല എന്നത് വളരെ വ്യക്തം തന്നെയാണ്. ഇതിന്റെ പൊതുപണിമുടക്കിലേക്ക് നയിച്ച കാരണങ്ങൾ അതിൽ അനുഭാവമുള്ളപ്പോൾ പോലും ഈ സമരരീതി മാറണം എന്ന അഭിപ്രായമാണ് എല്ലാ പ്രേക്ഷകരും പങ്കുവച്ചത്. എന്തായാലും വളരെ നന്ദി വിളിച്ച പ്രേക്ഷകർക്ക്. പൊതുവേദി പൂർണ്ണമാകും.